അങ്ങനെ പറഞ്ഞ് സ്വർണ്ണവില 1 ലക്ഷം കടന്നു. മലയാളികളെ സംബന്ധിച്ച് ഒരു തരി പൊന്നെന്നാൽ അതൊരു നിക്ഷേപം തന്നെയാണ്. ഇന്ന് 1 പവൻ സ്വർണം കയ്യിലുണ്ടെങ്കിൽ അവർ ലക്ഷാധിപതി തന്നെ. ഈ വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് 1 ലക്ഷത്തിലേക്ക് എത്തിയത്. സ്വർണത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ മുന്നേറ്റം ഇതിനു മുൻപുണ്ടായിട്ടില്ല. 2005-ൽ പവൻ വില 5000 രൂപയായിരുന്നു. 20 വർഷം കൊണ്ടാണ് ഇത്രയും അധികം വർദ്ധിച്ചത്. പണിക്കൂലിയും GSTയും ഹോൾമാർക്കും ഫീസും കൂടി ചേരുമ്പോൾ സ്വർണം വാങ്ങൽ ചെലവ് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാകും. 2025 തുടക്കത്തിൽ 1 പവൻ സ്വർണത്തിന്റെ വില 57,160 രൂപയായിരുന്നു. ഈ വർഷത്തെ വില വർധന ഏതാണ്ട് 75% എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം 38% വില ഉയർന്ന സ്ഥാനത്താണ് 1 വർഷം കൂടുമ്പോൾ ഇത്രയും വർധനയിലെത്തുന്നത്. ഇരട്ടിയിലേറെ വർധനയാണ് ഉണ്ടായത്. ഓരോ ദിവസവും സ്വർണ്ണവില കുതിക്കുന്ന കാഴ്ചയാണ് ഇതുവരെയും കണ്ടത്. സ്വർണത്തിന്റെ വില കണക്കാക്കുന്നത് ഡോളറിലാണ്. രാജ്യാന്തര തലത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റം വന്നാൽ അത് ഇന്ത്യയിലും പ്രതിഫലിക്കും. കഴിഞ്ഞ 1 ദശാബ്ദമായി സ്വർണ്ണവില റോക്കറ്റ് വേഗത്തിലാണ് കുതിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ പവൻ വില ഇരട്ടിയായിരുന്നു. 2020-ൽ പവന് നൽകിയത് 32,000 രൂപയാണെങ്കിൽ 2 വർഷം പിന്നിട്ടപ്പോൾ അത് 38,120 രൂപയിലെത്തി. 2023-ൽ 44,000 രൂപയായിരുന്നു. 2024 മാർച്ച് 29-നാണ് സ്വർണ്ണവില 50,000 ആദ്യമായി കടന്നത്. അന്ന് പവന് 50,400 രൂപയായിരുന്നു. ഈ വർഷം മാർച്ച് എത്തിയപ്പോൾ 67,400 രൂപയായിരുന്നു പവന്. 9 മാസം പിന്നിട്ട് ഡിസംബർ 23-ന് എത്തി നിൽക്കുമ്പോൾ 1 ലക്ഷവും കടന്ന് കുതിക്കുകയാണ് സ്വർണ്ണവില. ഒക്ടോബറിലാണ് സ്വർണ്ണവില ആദ്യമായി 90,000 കടന്നത്. 2025-ൽ ഇതുവരെ 44,400 രൂപയാണ് കൂടിയത്. US വെനസ്വേല ഭിന്നത അതിരൂക്ഷമായി തുടരുന്നതും റഷ്യ യുക്രൈൻ സമാധാന നീക്കം നീണ്ടുപോകുന്നതും സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമായെന്ന് വിദഗ്ധർ പറയുന്നു. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.